ഈ ഇമോഷണൽ ആവുന്ന ആൾക്കാർ സെയിൽസിൽ പണിയെടുത്ത ഒരു വലിയ വിഷയമുണ്ട്. അത് ഇമോഷണൽ ആവുന്ന ആൾക്കാർക്ക് നോ പറയാൻ അറിയില്ല, അങ്ങനത്തെ ഒരു വിഷയം ഉണ്ടാവും. നോ പറയാൻ അറിയത്തില്ല. ഈ നോ പറയാൻ അറിയാത്ത ആൾക്കാരുടെ മുന്നിൽ നോ പറയുന്ന കസ്റ്റമേഴ്സ് വന്നുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയേ. ഇടിവെട്ടിയതിൻ്റെ തലയിൽ പാമ്പ് അടിച്ചായി നമുക്കായിപ്പോൾ. നമ്മൾ ഇമോഷണൽ ആണെങ്കിൽ സെയിൽസിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ ഇമോഷണൽ ആക്കാൻ ഒരു ജാഥയ്ക്കുള്ള ആൾക്കാരുണ്ടാവും. കാര്യം എന്താണ്? എന്നും കേൾക്കേണ്ടത് എന്താ? റിജക്ഷൻ. നോ, വേണ്ട വേണ്ട, പ്രൈസ് കൂടുതല. കേൾക്കാറില്ലേ? മുഖത്ത് നോക്കി വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ഇറങ്ങിപ്പോവും. ആ പോയ ആളെ മുഖത്ത് നോക്കി നമ്മൾ ചിരിക്കണം. റിജക്ഷൻ ഫേസ് ചെയ്യാൻ വേണ്ടി സാലറി തരുന്ന ഒരൊറ്റ ഉദ്യോഗവും അത് സെയിൽസ് ആണ്. എന്തിനാണ് നമ്മളെ ജോലിക്ക് എടുത്തിരിക്കുന്നത്? ഈ റിജക്ഷൻ നമ്മൾ ഫേസ് ചെയ്യണം. എങ്ങനെ? ചിരിച്ചോണ്ട്. നമ്മൾ ഇനി എത്ര സ്ട്രോങ് ആണെന്ന് തീരുമാനിച്ചാലും നമ്മുടെ മുന്നിൽ ഒരാൾ മുഖത്ത് നോക്കി വേണ്ട, ഇറങ്ങടാ, മാറിപ്പോടാ, എനിക്ക് നിന്നെ വേണ്ട, നിന്റെ പ്രോഡക്റ്റ് വേണ്ട എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രയാസം തോന്നില്ലേ? ഒരുപാട് റിജക്ഷൻ നമ്മൾ ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മനുഷ്യന് നെക്സ്റ്റ് ഉണ്ടാകുന്നത് അയാളുടെ മോട്ടിവേഷൻ ലെവൽ കുറഞ്ഞു. ഇത് നിരന്തരമായി ഒരു 4-5 പേര് റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത 6ാമത്തെ ആളെ കാണാനായിട്ട് നമുക്കൊരു ഒരു 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 ഊർജം കിട്ടില്ല. നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് നമ്മൾ റിജക്ട് ചെയ്ത് നമ്മുടെ മോട്ടിവേഷൻ ലെവൽ കുറഞ്ഞാൽ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ, എനിക്ക് എന്നോട് തന്നെ തോന്നുന്ന ഒരു മതിപ്പ് കുറയും. എനിക്ക് എന്നെ കുറിച്ച് മതിപ്പുണ്ടെങ്കിലേ എനിക്ക് എന്നെ കുറിച്ച് കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ. സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ പ്രസന്റേഷനൊക്കെ സ്ട്രോങ് ആക്കാൻ പറ്റുള്ളൂ. ജീവിതത്തിൽ നമുക്ക് പ്രതിസന്ധികൾ നേരിടാൻ പറ്റുള്ളൂ. ഇതിനൊക്കെ വേണ്ടത് എന്താണ്? സെൽഫ് കോൺഫിഡൻസ്.